സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ ക്രിസ്തു സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സ്വാഗതം. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം അതിലെ 46-ാം അധ്യായത്തെക്കുറിച്ചാണ്. അതെ, വളരെ ഹൃദയസ്പർശിയായ ഒരു അധ്യായം. വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ വേദനയ്ക്ക് ശേഷം ഒരു പിതാവിന് തന്റെ മകനെ തിരികെ കിട്ടുന്ന ഒരു നിമിഷം. ശരിക്കും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും അവിടുത്തെ പദ്ധതികളിലുമുള്ള വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണിത്. തീർച്ചയായും നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് യാക്കോബിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഏതാണ്ട് 20 വർഷം നീണ്ട ദുഃഖം. ഒന്നാലോചിച്ചു നോക്കൂ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ റാഹേലിന്റെ മരണം, അതിനുശേഷം പ്രിയപ്പെട്ട മകൻ ജോസഫിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ വേദന. അതെ, ആ ദുഃഖം ഒരു ശീലമായി മാറിയിട്ടുണ്ടാകും. അതിന്റെ കൂടെയാണ് ദേശത്തെ ക്ഷാമം, ആകെ ഒരു അരക്ഷിതാവസ്ഥ. ആ ഒരു സാഹചര്യത്തിലേക്കാണ് മറ്റു മക്കളെ വാർത്തയുമായി വരുന്നത്. ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. ബൈബിളിൽ പറയുന്നത് ആ വാർത്ത കേട്ടപ്പോൾ യാക്കോബിന്റെ ഹൃദയം മരവിച്ചുപോയി എന്നാണ്. അതെ, അതൊരു സന്തോഷപ്രകടനമല്ല, അതൊരു തരം ഷോക്കാണ്, അവിശ്വസനീയത. തീർച്ചയായും. കാരണം സ്വന്തം മക്കളുടെ വാക്കുകളേക്കാൾ തന്റെ ദുഃഖത്തിൽ വിശ്വസിക്കാനാണ് അദ്ദേഹം അത്രയും കാലം ശീലിച്ചിരുന്നത്. എന്നാൽ ആ മരവിപ്പ് മാറുന്നൊരു നിമിഷമുണ്ട്. ജോസഫ് അയച്ച വണ്ടികൾ കാണുമ്പോൾ ആ ഒരു നിമിഷം എന്നെ വല്ലാതെ ആകർഷിച്ചു. വാക്കുകളല്ല, ഒരു കാഴ്ചയാണ് യാക്കോബിന്റെ വിശ്വാസം വീണ്ടെടുക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ആ വണ്ടികൾ വെറും വാഹനങ്ങളായിരുന്നില്ല. അല്ല, അവ രാജമുദ്രയുള്ള ഫറവോന്റെ അനുമതിയോടെയുള്ള രഥങ്ങളായിരുന്നു. അതൊരു ഗതാഗത സൗകര്യം എന്നതിലുപരി ഒരു ഔദ്യോഗിക ക്ഷണമാണ്. ശരിയാണ്. അതായത് നിന്റെ മകൻ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് എന്ന വാക്കിന് ജീവൻ നൽകിയ ഒരു കാഴ്ച. അതെ, അതൊരു വിഷ്വൽ കൺഫർമേഷൻ. അത് കണ്ടപ്പോഴാണ് യാക്കോബിന്റെ ആത്മാവിന് ജീവൻ വെച്ചതെന്ന് ബൈബിൾ പറയുന്നു. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ആ കാഴ്ചയാണ്. അങ്ങനെ യാക്കോബ് തന്റെ വലിയ യാത്ര തുടങ്ങുകയാണ്. തന്റെ കുടുംബം, സമ്പാദ്യം എല്ലാം നീയെ ഒരു പുതിയ രാജ്യത്തേക്ക്. പക്ഷേ കെനാൻ ദേശം വിടുന്നതിനു മുൻപ് അദ്ദേഹം ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്, ബേർഷബയിൽ. അതൊരു സാധാരണ ഇടത്താവളമായിരുന്നില്ല, അല്ലേ? അതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. തീർച്ചയായും. അദ്ദേഹത്തിന്റെ പിതാവായ ഇസഹാക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച സ്ഥലമാണത്. അതെ, ഒരു തരത്തിൽ തന്റെ പൂർവികരുടെ ദേശം വിട്ടുപോകുമ്പോൾ ആ പാരമ്പര്യത്തിന്റെ വേരുകളിൽ ഒന്ന് തൊടാൻ, ഒരു അനുവാദം വാങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കർത്താവേ, ഞാൻ ശരിയായ പാതയിലാണോ എന്നൊരു ചോദ്യം അതിലുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ട്. അന്ന് രാത്രി ദൈവം ഒരു ദർശനത്തിൽ യാക്കോബിനോട് സംസാരിക്കുകയാണ്. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട. അതെ, ഞാൻ നിന്നെ അവിടെ ഒരു വലിയ ജനതയാക്കും, ഞാൻ നിന്നോടൊപ്പം വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. ആ വാഗ്ദാനത്തിലെ ഏറ്റവും ആർദ്രമായ ഭാഗം അതല്ല. ഏതാണ്? ജോസഫിന്റെ കൈകൾ നിന്റെ കണ്ണടയ്ക്കും. ശരിയാണ്. ഒരു വലിയ ജനതയാക്കും എന്നൊക്കെ പറയുന്ന വലിയ വാഗ്ദാനങ്ങൾക്കിടയിൽ വളരെ വ്യക്തിപരമായ സ്നേഹം നിറഞ്ഞ ഒരു ഉറപ്പ്. അതെ, പുരാതന സംസ്കാരങ്ങളിൽ മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അടുത്തിരുന്ന് കണ്ണടയ്ക്കുന്നത് ഒരു വലിയ അനുഗ്രഹമായാണ് കണ്ടിരുന്നത്. ഒരു സമാധാനപരമായ മരണത്തിന്റെ അടയാളം. ദൈവം യാക്കോബിന് നൽകുന്നത് അതാണ്. നിന്റെ മകൻ നിന്നെ അവസാന നിമിഷം വരെ പരിപാലിക്കും എന്ന ഉറപ്പ്. അതോടെ യാക്കോബിന്റെ എല്ലാ ഭയവും മാറിയിട്ടുണ്ടാകണം. തീർച്ചയായും. അങ്ങനെ അവർ ഈജിപ്തിലെത്തുന്നു, ഗോഷേനിലേക്ക്. ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതെ, നൈൽ നദിയുടെ ഡെൽറ്റ പ്രദേശം. കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു ജനതയ്ക്ക് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അവിടെയാണ് ആ പുനഃസമാഗമനം നടക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ച. ഈജിപ്തിലെ രണ്ടാമനായ ജോസഫ് തന്റെ അച്ഛനെ കാണാൻ രഥത്തിൽ വരുന്നു. എന്നിട്ട് രഥത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഒരു ഭരണാധികാരിയല്ല, ഒരു മകനാണ് അവിടെ അച്ഛന്റെ അടുത്തേക്ക് ഓടുന്നത്. ബൈബിൾ പറയുന്നു അവന്റെ കഴുത്തിൽ വീണ് ഒരുപാട് നേരം കരഞ്ഞു എന്ന്. ആ ഒരുപാട് നേരം എന്ന പ്രയോഗത്തിൽ ആഴത്തിലുള്ളൊരു വികാരമുണ്ട്. അതെ, വർഷങ്ങളുടെ നിശബ്ദതയും ദുഃഖവും ഒരുപക്ഷെ ജോസഫിന്റെ ഉള്ളിലെ കുറ്റബോധവുമെല്ലാം ആ ഒരൊറ്റ ആലിംഗനത്തിൽ അലിഞ്ഞു പോകുന്നുണ്ട്. ആ നിമിഷത്തിൽ യാക്കോബ് പറയുന്നൊരു വാചകമുണ്ട്. നീ ജീവനോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ കണ്ടല്ലോ, ഇനി ഞാൻ മരിക്കാനും തയ്യാറാണ്. ഇത് പലപ്പോഴും ഒരു മരണാഭിലാഷമായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. അല്ല, അതൊരു പൂർണ്ണതയുടെ പ്രഖ്യാപനമാണ്. എന്റെ ജീവിതം സഫലമായി, എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരിയാണ്.
താൻ അനുഭവിച്ച വേദനകൾക്കെല്ലാം ഒരർത്ഥമുണ്ടായി എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. അതിനുശേഷം കഥ ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നുണ്ട്. അതെ, ജോസഫ് തന്റെ കുടുംബത്തെ ഫറവോന്റെ മുൻപിൽ ഹാജരാക്കുന്നു. അവിടെ വെച്ച് വളരെ അസാധാരണമായൊരു കാര്യം സംഭവിക്കുന്നു. എന്താണത്? ഒരു സാധാരണ ഇടയനായ യാക്കോബ് ദൈവത്തെപ്പോലെ കരുതിയിരുന്ന ഫറവോനെ അനുഗ്രഹിക്കുന്നു. ഇത് ശരിക്കും അധികാരത്തിന്റെ ഒരു തലകീർമറിയലാണ്. സാധാരണയായി ഉയർന്ന സ്ഥാനത്തുള്ളയാളാണ് താഴ്ന്ന സ്ഥാനത്തുള്ളയാളെ അനുഗ്രഹിക്കുന്നത്. അതെ, രാജാവ് പ്രജയെ, പിതാവ് പുത്രനെ. ഇവിടെ ഒരു വിദേശി, ഒരു അഭയാർത്ഥി, ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അനുഗ്രഹിക്കുന്നു. ഇതിലൂടെ എന്താണ് ബൈബിൾ പറയാൻ ശ്രമിക്കുന്നത്? ഫറവോന് ലൗകികമായ അധികാരമുണ്ടാകാം, പക്ഷേ ദൈവികമായ അനുഗ്രഹം പ്രവഹിക്കുന്നത് യാക്കോബിലൂടെയാണ് എന്നൊരു പ്രഖ്യാപനം അതിലുണ്ട്. അബ്രഹാമിനോടുള്ള ആ പഴയ വാഗ്ദാനം. അതുതന്നെ, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദാനത്തിന്റെ ഒരു പൂർത്തീകരണം അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ കഥയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടല്ലേ? തീർച്ചയായും. ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിലെ ബേർഷബ നിമിഷങ്ങളാണ്. എന്നുവച്ചാൽ ജീവിതത്തിലെ പുതിയ ഘട്ടങ്ങളുടെ തുടക്കത്തിൽ ഭയവും അനിശ്ചിതത്വവും നിറയുമ്പോൾ ദൈവം നമ്മെ കണ്ടുമുട്ടുന്നു. നമ്മുടെ സംശയങ്ങൾക്ക് ദൈവം നമ്മെ ശാസിക്കുന്നില്ല, പകരം സമാധാനം നൽകുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നു. അതെ, രണ്ടാമത്തെ പാഠം വിശ്വസ്തമായ കാത്തിരിപ്പാണ്. പതിറ്റാണ്ടുകളോളം ദൈവത്തിന്റെ പ്രവൃത്തി യാക്കോബ് കണ്ടില്ല, പക്ഷേ ദൈവം അവനെ മറന്നില്ല. നമ്മുടെ ജീവിതത്തിലെ നിശബ്ദതയുടെ കാലങ്ങൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് ഒരുക്കത്തിന്റെ സമയമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. പിന്നെ പുനഃസമാഗമത്തിന്റെ ദൈവിക പദ്ധതി. ദൈവം ആത്മാക്കളെ രക്ഷിക്കുക മാത്രമല്ല, അവിടുന്ന് ബന്ധങ്ങളെയും പുനഃസ്ഥാപിക്കുന്നു. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നാം കരുതുന്നവരെ ഒരുപക്ഷേ ദൈവം ഒരു ഘോഷേൻ നിമിഷത്തിനായി ഒരുക്കുകയായിരിക്കാം. അവസാനമായി, സ്നേഹത്തിൽ കണ്ടെത്തുന്ന പൂർണ്ണത. യാക്കോബിന്റെ സമാധാനം നേട്ടങ്ങളിലായിരുന്നില്ല, മറിച്ച് വീണ്ടെടുത്ത സ്നേഹത്തിലായിരുന്നു. യഥാർത്ഥ സമാധാനം അവിടെയാണ് കുടികൊള്ളുന്നത്. അതെ, ഈ കഥ സ്വാഭാവികമായും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. തീർച്ചയായും. സ്വർഗത്തിൽ നിന്ന് നമ്മെ കണ്ടുമുട്ടാൻ ഓടിവന്ന യഥാർത്ഥ ജോസഫാണ് യേശു. അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഗോഷേൻ ഈജിപ്തിലല്ല, നിത്യതയിലാണ്. അതെ, അവിടെ ക്ഷാമമോ ഭയമോ വിടവാങ്ങലുകളോ ഇല്ല. ഒരു നാൾ നാമും അവന്റെ മുഖത്തേക്ക് നോക്കി, ഇപ്പോൾ എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമെന്നുള്ള പ്രത്യാശ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നു. ആമീൻ. ഈ ചിന്തകളോടുകൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ബേർഷേബുകളിൽ അങ്ങ് ഞങ്ങളെ കണ്ടുമുട്ടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് മന്ത്രിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, യാക്കോബിനെ പോലെ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ നിശബ്ദമായ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്കായി ഒരു ഗോഷൻ ഒരുക്കുന്നുണ്ടെന്ന് ഓർക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അങ്ങയുടെ അനുരഞ്ജനത്തിന്റെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കാനും ഞങ്ങളാൽ മുറിവേറ്റവരോട് ക്ഷമ ചോദിക്കാനുമുള്ള ശക്തി നൽകണമേ. ഞങ്ങളുടെ യഥാർത്ഥ ജോസഫായ യേശുവിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂർണ്ണതയും സമാധാനവും കണ്ടെത്താൻ ഇടയാക്കണമേ. ഒരു നാൾ അങ്ങയുടെ മുഖം കണ്ട് ഞങ്ങളുടെ യാത്ര പൂർത്തിയായി എന്ന് സമാധാനത്തോടെ പറയാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ വചനചിന്തയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഈ ബൈബിൾ പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതാഴ്ച കാണുന്നതുവരെ ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമാധാനം.